നീ ഒരു പെണ്ണാണ്, വെറും ഒരു പെണ്ണ്. ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ ചേട്ടൻ അങ്ങനെ ഒരു ഡയലോഗ് എഴുതുമായിരുന്നോ? ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ സിനിമകളുണ്ട് നോക്കുന്നു, സ്ത്രീകളെ ഒട്ടും സഭ്യമല്ലാത്ത രീതിയിൽ സംബോധന ചെയ്യുന്ന സന്ദർഭങ്ങളില്ലേ? സ്ത്രീ കഥാപാത്രം സമാനമായ രീതിയിൽ ഒരു പുരുഷനോട് സംസാരിച്ചാലും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? തിരിച്ചു സംഭവിച്ചാൽ ഇത് വിഷയമാവില്ലല്ലോ. ഈ അടുത്ത് ലാൽ സാറിന്റെ ഒരു ചടങ്ങിൽ പൊതുവേദിയിൽ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി വന്ന് കൈ പിടിച്ച് ഇതിനൊരു ഉമ്മ കൊടുത്തു. ഇത് തിരിച്ചായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന മാൻഡേറ്റുകൾ അനുസരിച്ചിട്ട് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല. ആണുങ്ങളെല്ലാം ഇങ്ങനെ ആടും എന്ന് ഒരു സ്ത്രീ കഥാപാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും? എനിക്കറിയത്തില്ല ചേട്ടാ. അല്ല, എന്നെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയുണ്ട് പൊതുവെ. ഞാൻ ഒരു അതായത് സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ മോഹൻ തോമസ് പറയാത്ത ഒരൊറ്റ മ്യൂസിക്കാരാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളോട് ഉള്ള സമീപനം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത് ലേറ്റ്ലി എന്റെ ഒരു സമീപനം എന്റെ കുട്ടികളോട് മാറിയിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് 2 പേർക്കേ പറ്റിയിട്ടുള്ളൂ. ഒന്ന് ഞാനാണ്, 2 സൂപ്പർമാനാണ്. കള്ളുടിച്ചാൻ പ്രഭാസ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പടക്കുതിര എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. പടക്കുതിര എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിക്കും മറ്റേ സിനിമയുടെ പേരൊക്കെ കേൾക്കുവാണെങ്കിൽ അതെ പ്രഭാസിന്റെ പോലത്തെ അങ്ങനത്തെ പടമൊക്കെയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും എങ്ങനത്തെ ഒരു മൂവിയാണ്? അങ്ങനെ പ്രഭാസമായിട്ട് നമ്മളെ കാണുന്നോട് കുഴപ്പമൊന്നുമില്ല. കള്ളുടിച്ചാൻ പ്രഭാസ. ഇത് ഈ പറഞ്ഞ തന്നെയാണ്. ഫാമിലി നിന്നും നമ്മൾ ടാഗ് ചെയ്യുന്നില്ല. നമുക്കൊരു ചെറിയ ഇവന്റ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഇവന്റ്ഫുൾ ആകുക എന്നാണ് അവരുടെ ജീവിതം ഇഷ്ടം. ഇപ്പോഴത്തെ ജനറേഷന് എല്ലാം അതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും അതിനെ എന്തുകൊണ്ട് നമ്മൾ ഈ അൺബോക്സിങ് ഒക്കെ ഒരു ഇതായി മാറുന്നു. നമ്മളിപ്പോൾ വീട്ടിലോട്ട് സാധനം വാങ്ങിച്ചാൽ പണ്ട് ഇത് കാണിക്കുമായിരുന്നോ? എല്ലാവരും ഇപ്പം അത് തുറന്ന് അതിന് വീഡിയോ ആക്കി. വിച്ച് ഇസ് നൈസ്. അത് അവരുടെ രീതി ഓഫ് സെലിബ്രേഷനാണ്. അതേപോലെ കുഞ്ഞു സെലിബ്രേഷൻ. നമ്മൾ വലിയ അമിട്ടോ വലിയ പടക്കങ്ങളോ ഒന്നുമല്ല, ഒരു മാലപ്പടക്കം പോലെ അങ്ങനെ ചെറുതായിട്ട് കിടക്കുന്ന. ഇടയ്ക്ക് ചിലപ്പോൾ ഒരെണ്ണം 5 മിനിറ്റ് ചിലപ്പോൾ പൊട്ടൂല, അതിന് വീണ്ടും പൊട്ടും. അതെ, അങ്ങനെ. ഇപ്പം അജുചേട്ടൻ്റെ ആ ഒരു പടക്കുതിരയെ കുറിച്ചുള്ള ഡെഫിനിഷൻ അതായിരുന്നു. രഞ്ജേട്ടൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും പടക്കുതിരയെ കുറിച്ചിട്ട്? പടക്കുതിര എനിക്ക് അജു പറഞ്ഞതിനോട് 100% യോജിപ്പാണ്. തീരുമാനമായില്ലേ? അത് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് പതുക്കെ ഈ ഞാൻ ഈ പറഞ്ഞ ചെറിയ മാലപ്പടക്കത്തിലോട്ട് വരുന്ന അമ്മിട്ടാണ് സാറിന്റെ വേറൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല. സോ സാറിന്റെ ആ ഒരു രൂപം, ഇമേജ്, ഇതൊക്കെ നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ മാറി കാണാനോ കൗതുകം ഉണ്ടായിരുന്നു. കൗതുകം എന്ന് പറയാം, രസത്തെക്കാളും നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും പ്രേക്ഷകന് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഇവര് പറയുന്നതിനോട് രഞ്ജേട്ടൻ യോജിക്കുന്നുണ്ടോ? എല്ലാം യോജിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതുവരെ നമ്മൾ കൂടുതലും കാണുന്നത് മറ്റേ മാസ് ഡാഡി അങ്ങനത്തെ ഒരു ഇമേജ് നമ്മൾ കാണാറുണ്ട്. ഇതിൽ അങ്ങനെയല്ല. ഇതൊരു ഇയാൾക്ക് ഒരു പ്രത്യേകതരം പാസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സർവൈവൽ ആണ് ഇയാളുടെ ഇപ്പോഴത്തെ ജീവിതം. അങ്ങനെ ഇയാൾ ഒരു കാരണവശാലും എത്തിപ്പെടേണ്ടാത്ത ഒരു സ്ഥലത്ത് ഇയാൾ എത്തിപ്പെടുന്നു. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ജീവിതത്തിനെ അത് വേറൊരു തരം ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഇയാളുടെ ഒരു എൻട്രിയുടെ ഒരു പ്രസക്തി. അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിന് ഇയാൾ വരുന്നതോടുകൂടി ഈ മാലപ്പടക്കത്തിന് തീപിടിക്കുന്നത് പോലെ സംഭവബഹുലമായ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട്. അഖിൽ ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാ? ഈ മാലപ്പടക്കത്തിൽ പൊട്ടുന്ന പടക്കിൽ കൂടത്തെ ഒരു പടക്കം ഞാനാണ്. നമ്മൾ 4-5 പേരാണ്. ആ ഒരു നമ്മുടെ ഒരു ഫാമിലിയിലോട്ടാണ്
ഇവരൊരു ടീമാണ്. ജോമോൻ മതിയല്ലോ, പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവര് എല്ലാവരും ഒരു ടീമാണ്. ഒരു ടീമാണ്. ആ ടീമിലേക്ക് സാറിന്റെ സർപ്രൈസ് എൻട്രി ഉണ്ട്. സർപ്രൈസ് എൻട്രി ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യമേ പറയണമെന്നുണ്ട് ഇത് ഏണിയാണെന്ന് പറയും. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് ഇത് നമുക്ക് കിട്ടിയ വലിയൊരു സ്വത്താണെന്ന് വരദാനമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരും. നമ്മുടെ ഫുൾ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? മൂവാറ്റുപുഴയായിരുന്നു. ലൈക്ക് അജുച്ചേട്ടൻ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് കുറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണോ? എല്ലാരും ഇപ്പൊ രഞ്ജേട്ടനെയാണ് പറയുന്നത്, അജുച്ചേട്ടന്റെ ഒരു മിക്സ്ചർ ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു രൂപം ഭാവം ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഇമോഷൻസും ക്യാരക്ടറാണ്. കഥാപാത്രത്തിന് വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. കാരണം തമാശയുണ്ട്, കൂടെ എല്ലാവരും ചേർത്ത് നിർത്തണമെന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെയാണ് അജുവിന്റെ ക്യാരക്ടർ പിന്നെ പടം ഷോൾഡർ ചെയ്യുന്ന കഥാപാത്രമാണ്. അതെ. അപ്പോൾ ഇതില് നിങ്ങളുടെ ഒരു ലുക്കൊക്കെ കുറച്ച് നല്ല ഡിഫറെന്റ് ആണല്ലോ. ഈ ലുക്കിന് പിന്നിൽ ആരാണ്? നമ്മുടെ സ്റ്റൈലിസ്റ്റ് പടത്തിന്റെ ഡയറക്ടറും അവരും കൊണ്ടൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഇപ്പം ഹൈലൈറ്റിന്റെ മീശ, ജോമോന്റെ ഇത്, ഷമീറിനും താടിയോടെ വന്ന ഷമീറിനെ സാറിന്റെ ആണെങ്കിലും രണ്ട് കാലഘട്ടമുണ്ട്. കാലഘട്ടത്തിൽ ഇതാണ് എൻ്റെ ഇത്. അപ്പോൾ ഈ ലുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ റീസെൻ്റ്ലി ഐഡൻറ്റിറ്റി മൂവി കണ്ടപ്പോഴേക്ക് ആദ്യം ഞാൻ കരുതി എനിക്ക് മാത്രം കണ്ടപ്പോൾ തോന്നിയതാണെന്ന്. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ കുറേ കണ്ടപ്പോൾ ഇടയ്ക്ക് ഇത് 2 സീനിൽ ചേട്ടൻ്റെ മീശയുടെ ഒരു പോർഷൻ, അത് ശരിക്കും എന്താ സംഭവം? ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ മീശ ഇല്ല. അപ്പോൾ ഇങ്ങനെ തൃഷ മാമിൻ്റെ ഡേറ്റ് വളരെയധികം എക്സ്റ്റെൻഡ് ആയി. എനിക്ക് മീശ വളർത്തിയ ഒരു സിനിമയുടെ കണ്ടിന്യൂറ്റി വന്നു. അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന അപ്പൊ എനിക്ക് മീശ വളർത്തിയേ പറ്റൂ. അപ്പൊ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് അത് മായ്ക്കാന്ന് വിചാരിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മായ്ച്ച കുറെ സീൻ അതിലുണ്ട്. അത് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ല. പക്ഷേ രണ്ട് സീനിൽ ടൈം കിട്ടാത്തതോ അവരുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. പല കാരണങ്ങൾ കൊണ്ടും അത് BFXന്റെ ഒരു BFXന് എപ്പോഴും ടൈമാണല്ലോ വേണ്ടത്. അങ്ങനെ ലോകത്ത് 2 പേർക്കേ പറ്റിയിട്ടുള്ളൂ. ഒന്ന് ഞാനാണ്, 2 സൂപ്പർമാനാണ്. സൂപ്പർമാനും ഇങ്ങനെ ട്രോളായിപ്പെട്ടതാ. ഇതേപോലെ മീശ മാറ്റിയിട്ട് നമ്മൾ പിടിക്കുമ്പോൾ ആ ലെവലിൽ പിടിക്കും, ഹൈ ലെവൽ. ടോബി ഇന്നും പറഞ്ഞവർക്കുണ്ട് ഈ തീരുമാനം സെറ്റിൽ എടുത്തപ്പം ഡയറക്ടറിന്റെ പെർമിഷൻ വേണമല്ലോ. സൂപ്പർമാൻ ആവോ റിലീസിന്റെ നീ അയച്ചു, സൂപ്പർമാൻ ആയിടാത്. ചേട്ടനെ പാപ്പ നോട്ട് ചെയ്തു തിയേറ്ററിൽ കണ്ട സമയത്ത്. ഞാൻ അതിന് മുന്നേ മനസ്സിലാക്കി. ഞാൻ ചെയ്തവരോട് 100% ഐ എം താങ്ക്ഫുൾ. കാര്യം ബ്രില്യൻ്റ് ആയിട്ട് അറിയാത്ത ക്വാളിറ്റിയിൽ അവർ മാറ്റിയതുണ്ട്. ഇല്ലെങ്കിൽ ഡയറക്ടർ അവരെ കൊന്നേനല്ലോ. അതെ അതെ അതെ. അപ്പോൾ രഞ്ജേട്ടൻ ഇപ്പോൾ ഓരോ മൂവീസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ കാണുമല്ലോ. ഞാൻ ഈ ഒരു മൂവി എല്ലാം ഒരുപാട് മൂവീസ് അങ്ങനെ ചെയ്യാറ്, സെലക്റ്റീവായിട്ടാണല്ലോ ചേട്ടൻ മൂവീസ് ചെയ്യാറ്. നമ്മുടെ പടക്കുതിരയിൽ ചേട്ടനെ അട്രാക്ട് ചെയ്യിപ്പിച്ച ആ ഒരു ഫാക്ടർ എന്തായിരുന്നു? അട്രാക്ട് ചെയ്യിച്ച പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്ജക്റ്റാണ്. എനിക്ക് കേട്ടപ്പോൾ എന്നെ നല്ലപോലെ ഹുക്ക് ചെയ്തു. എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സിനിമ കാണുന്നത് പോലെയാണ് ഞാനത് കേട്ടത്. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് പ്രധാന കാരണം. പിന്നെ അജു ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അപരിചിതമല്ലാത്ത ഒരു ക്രൗഡിലേക്കല്ല പോകുന്നത്. അപ്പം എന്തായാലും ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളപ്പോഴുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അതാണ്. നമ്മൾ ഈ ഒരു പോസ്റ്റർ നോക്കുമ്പോൾ തന്നെ ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വോർഡ് എന്ന് ഒരു സംഭവം കണ്ടു. അപ്പോൾ ചേട്ടനാണ് കൂടുതലും നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടും ഒക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ശക്തമായുള്ള ഡയലോഗ്സ് ഒക്കെ എഴുതിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ഡയലോഗ്സിനെ കീറി മുറിച്ച് അതിലെ തെറ്റായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നതാണല്ലോ. അപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും നമ്മൾ വാണി ചേച്ചിയുടെ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിരുന്നു, മറ്റേ ദി കിങ്ങിനകത്ത് മമ്മൂക്ക പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, നീ ഒരു പെണ്ണാണ്, വെറും ഒരു പെണ്ണ്. ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ ചേട്ടൻ അങ്ങനെ ഒരു ഡയലോഗ് എഴുതുമായിരുന്നോ? ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ അങ്ങനെ എഴുതും. ആ സിറ്റുവേഷൻ അതാണ് ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ അത് എഴുതും. അപ്പോൾ ഈ ഇപ്പോൾ പറയുന്ന പോലെയുള്ള ലൈക്ക് ഒരു ഡയലോഗ്സിലെ ഈ അതായത് ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതാം. അല്ല ഡയലോഗ് സിനിമയാണ്, സിനിമയിലെ ഒരു സന്ദർഭമാണ് എന്ന സെൻസിബിലിറ്റിയോടുകൂടി അതിനെ സമീപിച്ചാൽ പ്രശ്നമില്ല. അപ്പോൾ ആളുകൾ ഇതേപോലെ അതിന്റെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് നോക്കും.
അന്നും ഉണ്ടായിട്ടുണ്ട്. അന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയയില് ലൈക്ക് യൂട്യൂബിലും നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന മാൻഡേറ്റുകൾ അനുസരിച്ചിട്ട് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അത് ആർക്കും തന്നെ പറ്റില്ല. ഒരുപാട് മാൻഡേറ്റുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ്. അത് രഞ്ജി പണിക്കരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ഒരു വെറും പെണ്ണ് എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ കാണാൻ തയ്യാറായാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാവില്ല. രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പുതിയ സിനിമകളുണ്ട് നോക്കുന്നു, സ്ത്രീകളെ ഒട്ടും സഭ്യമല്ലാത്ത രീതിയിൽ സംബോധന ചെയ്യുന്ന സന്ദർഭങ്ങളില്ലേ? അത് പൊളിറ്റിക്കലി കറക്റ്റാണോ ഇപ്പോഴത്തെ ഈ മാൻഡേറ്റ് വെച്ചിട്ട്? എല്ലാ ജഡ്ജ്മെന്റ്സ് വരാറുണ്ട് ഓരോ ഡയലോഗ്സ് വരും. എല്ലാ കാലത്തും അതുണ്ടാവും. ഇപ്പൊ അത് കുറച്ചുകൂടെ വ്യാപകമാകുന്നത് ഇത്തരം പരിശോധനകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അതിന്റെ ശരിതെറ്റുകൾ എന്താണെന്ന് സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. സർ, അപ്പൊ അന്നത്തെ കാലത്ത് അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ആളുകളുടെ റെസ്പോൺസ്? അപ്പൊ നമുക്കത് എങ്ങനെയായിരുന്നു? അതിനെ വളരെ ശക്തമായിട്ട് എതിർത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രം സമാനമായ രീതിയിൽ ഒരു പുരുഷനോട് സംസാരിച്ചാലും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? അത്രയേ ഉള്ളൂ. ഇത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ്. ആ കഥാപാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെ കണ്ടാൽ അതിൻ്റെ അകത്ത് ആ പ്രശ്നമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ആളുകൾ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ അത്രയും കുറെ കൂടെ വൈഡാണ്. നമ്മളൊരു ചെറിയ സംഭവം പോലും കുറെ കൂടെ ഇങ്ങനെ കീറി മുറിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡയലോഗ് എഴുതുമ്പോൾ ലൈക്ക് നേരത്തെ എഴുതുന്ന പോലെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുമോ, അതോ 2 തവണ ട്വൈസ് ആയിട്ട് എഴുതുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതുമ്പോൾ അത് അവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ സന്ദർഭത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകം. അത് എൻ്റെ ഒരു നിലപാടോ എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ ആകുമ്പോൾ മാത്രമാണ് ഞാൻ ആ നിലയ്ക്കുള്ളൊരു ജാഗ്രത ഞാനെന്നല്ല ഏത് എഴുത്തുകാരനും പാലിക്കേണ്ടി വരുന്നുള്ളൂ. രണ്ട് മനുഷ്യർ തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങൾ അത് എഴുതുന്ന ആളുടെ രാഷ്ട്രീയ നിലപാടോ സാമൂഹ്യ നിലപാടോ അല്ല, അത് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റും അല്ല. ആ ഒരു പ്രത്യേക സന്ദർഭത്തിലെ ഫ്രിക്ഷൻ്റെ ഭാഗമായിട്ട് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോഗങ്ങൾ അവിടെ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രസക്തി അതിനുള്ളൂ. അത് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. അതെ, അതുപോലെ തന്നെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ അതൊരാളെ വേദനിപ്പിച്ചുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടാവും. അത് ജെൻഡർ മാത്രമല്ല, അല്ലാത്ത തരത്തിലുള്ള ഒരു പ്രയോഗം ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ട് അതെന്നെ ആക്ഷേപിച്ചതാണ് എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഒരു റിഗ്രറ്റ് നമുക്കുണ്ടാവും. പക്ഷേ ഇതിനെ നിങ്ങൾ കാണേണ്ടത് അതൊരു സിനിമയുടെ ഭാഗമായി രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ട് അതിനെ കാണുകയും അതിന് മറ്റ് പ്രസക്തിയോ വ്യാപ്തിയോ ഇല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ആ പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി. എന്താ ചേട്ടാ പറ? തിരിച്ചു സംഭവിച്ചാൽ ഇത് വിഷയമാവില്ലല്ലോ. എന്താ ചോദിക്കാനും പറയാനും അത്തരം മാൻഡേറ്റുകള് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മാൻഡേറ്റുകൾ. ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല. ആണുങ്ങളെല്ലാം ഇങ്ങനെ ആടൂ എന്ന് ഒരു സ്ത്രീ കഥാപാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവോ? ആണുങ്ങളെല്ലാം എല്ലാ ആണുങ്ങളും ഇങ്ങനെ ആടൂ എന്ന് ഒരു സ്ത്രീ കഥാപാത്രം പേഴ്സണലി അങ്ങനെ അല്ലല്ല, പേഴ്സണലി അല്ല, സിനിമയിൽ വാണി വിശ്വനാഥിന്റെ കഥാപാത്രം മമ്മൂട്ടിയോട് പറയുക, മമ്മൂട്ടിയുടെ കഥാപാത്രം അല്ലെങ്കിലും ആണുങ്ങൾക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? മേ ബി ചിലപ്പോ ഇത്രയും അതെന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല ചേട്ടാ. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത് ലാൽ സാറിന്റെ ഒരു ചടങ്ങിൽ പൊതുവേദിയിൽ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി വന്ന് കൈ പിടിച്ച് ഇതിന് ഉമ്മ കൊടുത്തിട്ട് പോയി. ഇത് തിരിച്ചായിരുന്നെങ്കിൽ അതെ അതെ ഇത് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുതരം മാൻഡേറ്റും ജഡ്ജ്മെന്റുമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്താ ചേട്ടാ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറയുമ്പോ രണ്ടും പറയണം. അതെ, എന്ന് വെച്ചാൽ ഒരെണ്ണം വി എഗ്രി, ഈ പറഞ്ഞ സാർ ഇപ്പൊ അതിനുള്ള ഉത്തരമാണ് ലാസ്റ്റ് പറഞ്ഞത്. പേഴ്സണലി അത് കണ്ടെങ്കിൽ അതിനെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ റീസൺ ഉണ്ട്. ഇത് ഞാൻ പേഴ്സണലി എന്ന് പറയാൻ കാര്യം,
എന്നെ ഒരു 4-5 വർഷം മുമ്പ് ഇൻ്റർവ്യൂ ചെയ്ത ഒരു കുട്ടി, റിപ്പോർട്ടറാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു ടെലിഫോണിക് കോൺവെർസേഷനായിരുന്നു, ഒരു ഇൻ്റർവ്യൂ പോലെ. എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ പ്രയോഗം കണ്ടതിന് ശേഷം എൻ്റെ വീട്ടിലെ പുരുഷാധിപത്യമുള്ള പുരുഷ ബാഹുല്യമുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ മെയിൽ കസിൻസും ഒക്കെ ആയിട്ടിരുന്ന് സിനിമ കാണുമ്പോഴെല്ലാം തന്നെ ഈ സിനിമ കണ്ടിട്ട് നീ ഒരു വെറും പെണ്ണാടി എന്ന് പറയും. ഞാൻ പറഞ്ഞു ദാറ്റ് ഇസ് ഐ റിഗ്രറ്റ് ദാറ്റ്. അങ്ങനെ അത് സിനിമയ്ക്ക് ബാഹ്യമായ വേറൊരു പ്ലാറ്റ്ഫോമിൽ വേറൊരു കോൺവെർസേഷനിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ സിനിമയിലെ ഒരു ഡയലോഗ് എടുത്തിട്ട് പറയുന്നതാണ്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡീഗ്രഡേഷനായിട്ട് തോന്നിയെങ്കിൽ അതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. അതിനെ അങ്ങനെ കാണാം. അങ്ങനെ വേറൊരാൾക്ക് അത് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ വേറൊരാൾക്കെതിരെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അയാളുടെ ഒരു യഥാർത്ഥ ജീവിതത്തിൽ അയാൾക്കെതിരെ അത്തരമൊരു ഡയലോഗ് പ്രയോഗിക്കപ്പെടുമ്പോൾ നീ ഒരു വെറും പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഡീഗ്രഡേഷൻ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഓഫ് കോഴ്സ് ഐ റിഗ്രറ്റ് ദാറ്റ്. പക്ഷെ അങ്ങനെ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടണമെന്നോ ഒന്നുമില്ല. ഈ പറയുന്ന സിനിമകളിലെ ഏതെല്ലാം ഡയലോഗുകൾ ഏതെല്ലാം തരത്തിൽ പിന്നീട് യഥാർത്ഥ ജീവിതത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. അതെ. അപ്പം ഒരാൾക്ക് അത് പേഴ്സണലി വിഷമമായിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടായെന്ന് എൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ ഐ റിഗ്രറ്റ് ദാറ്റ് എന്ന് പറയാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ റിഗ്രറ്റ് റൈറ്റിംഗ് ദാറ്റ്. ആ എഴുത്ത് 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം മാത്രമാണ്. അത് എനിക്ക് സ്ത്രീ സമൂഹത്തോടോ സ്ത്രീകളോടുള്ള എൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. എൻ്റെ ഒരു സിനിമ ഫുൾ റൈറ്റേഴ്സ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും അവരുടെ നിലപാടുകളും ആണെങ്കിൽ സിനിമകൾ തമ്മിൽ വ്യത്യാസം വരുമോ? ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം വരില്ലേ? അപ്പം നമ്മൾ ഇവരോട് ചോദിക്കില്ലേ എന്താ എല്ലാം ഒരുപോലെ ഇരിക്കണേന്ന്? നിങ്ങളുടെ എല്ലാ സിനിമയും ഒരുപോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കില്ലേ? നമ്മൾ തന്നെ ചോദിക്കില്ലേ? അതാ സ്ക്രീനിൽ വിടുക എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പടക്കുതിരയുടെ സെറ്റിൽ വരുവാണെങ്കിൽ ഇതിലിപ്പോൾ കുറേ കോമഡി നമ്മളെ സ്ക്രീനിലൂടെ ചിരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സെറ്റിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആക്കുന്ന ആളാരായിരുന്നു? രഞ്ജിയേട്ടൻ വന്നതിന് ശേഷം രഞ്ജിയേട്ടനായിരുന്നു. അങ്ങനത്തെ ഒരു സൈഡ് കൂടെ ഉണ്ടോ? സീരിയസ് ആയിരിക്കും. അതല്ലേ നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നേ എക്സ്പ്ലോർ ചെയ്യാൻ. രഞ്ജിയേട്ടന് അങ്ങനത്തെ ഒരു ഫണ്ണി സൈഡ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ ഇന്റർവ്യൂവിന് മുന്നേ പറഞ്ഞു, ഇത് സാറ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വളരെ യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരുന്നൊരു സെറ്റായിരുന്നു. വന്ന് കഴിഞ്ഞ ദിവസം തൊട്ട് ഒച്ചയും ബഹളവും മാറിയത്, എനർജി മാറിയത്, അത് എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ലേ അതെന്താ സംഭവിച്ചത്. ഞാൻ സാറിനോട് പോയി പറഞ്ഞു, സാറേ ഇന്നലെ വരെ ഇത് ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഓർക്കണ്ട ഉച്ചയ്ക്ക് ഒന്ന് ആകെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അത് യെസ്. അങ്ങനെയാണോ സിജ? അങ്ങനെയായിരുന്നു ശരിക്കും? രഞ്ജേട്ടൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഒരു ദിവസവും 2 ദിവസവും മറ്റാണ് നമ്മള് ലൊക്കേഷൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് ഫോട്ടോഷൂട്ടിന് മാത്രമാണ് കണ്ടത്. I missed all the fun, I guess. ഈ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് നല്ല വൈബായിരിക്കുമല്ലോ, കാരണം എല്ലാവരുടെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫണ്ണി സൈഡ് പടപടയെന്ന് എടുക്കും. സിജയുടെ പരാതി, സിജ വളരെ വളരെ ബബ്ലി ആൻഡ് എനർജറ്റിക് ആയിട്ട് വരും. പിന്നെ ഞങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഭയങ്കര ഫൺ ആയിരിക്കും ഓൾ ദാറ്റ് സ്റ്റഫ്. ഞാൻ പോകുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര സീരിയസ്. ഞാൻ കം ഓൺ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മനസ്സിൽ റോയി ഒക്കെ കണ്ടുള്ള സിജയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള സിജ. പക്ഷെ റിയൽ ലൈഫിൽ അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആണ്. രഞ്ജേട്ടനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ കുറെ ഇങ്ങനെ നിങ്ങളെ കുറെ എന്റർടൈൻ ചെയ്യിച്ചു എന്ന്. അപ്പൊ പെട്ടെന്ന് പടക്കുതിര ആൻഡ് രഞ്ജേട്ടൻ രണ്ടും കൂടെ പറയുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് മെമ്മറി എന്താ? മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, നമ്മൾ നേരിട്ട് പരിചയമില്ല. പക്ഷേ ആ വിശ്വാസങ്ങളെല്ലാം തച്ചുടക്കുന്നൊരു ക്യാരക്ടറാണ് റിയൽ ലൈഫിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. ആ കൈ വെച്ച് മുഖത്തൊരു അടിയും വന്നു പറയാം, ഈ ഒരു അടിയിട്ടല്ല കൈ ആ ഒരു ചിരിയും പരിപാടിയാണ്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം അതുകൊണ്ട് നമ്മൾ കാണുമ്പം തോളിക്കൈയിടും കാര്യം പറയും, ഇത് തിരിച്ച് അതുപോലെ നമ്മളത് ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ ഓൾറെഡി നമ്മളെല്ലാവരും, ഞാനായാലും ജോമോനായാലും ഷമീറായാലും നമ്മളോട്ട് മാറി എന്ന് പറയുമായിരുന്നു, പുള്ളി ഇത്രയും ഫ്രീ ആണല്ലോ എന്നുള്ളൊരു പരിപാടി. അല്ലാതെ നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റിഫ്നെസ് ഒന്നുമില്ല. റിയൽ ലൈഫിൽ നമ്മളോട് എല്ലാ പരിപാടിക്കും ഈ ഗിവിങ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടർ, അത് വലിയൊരു കാര്യമാണ്. അത് എത്ര ഉന്നതിയിലിരിക്കുന്ന ആളാണോ അതവിടെ ഇരിക്കുന്ന എന്തുകൊണ്ട് അവരൊക്കെ അവരുടെ ബേസിക് ഇതിൽ അതുള്ളത് കൊണ്ടാണ്. മറ്റ് സഹജീവികളോടുള്ള അവരെ സഹജീവികളായി കാണുക, അവരെ തരം തിരിച്ച് കാണാതിരിക്കുക.
അവരുടെ ജോലിയോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ നിറമോ അവരുടെ ജാതിയോ മതമോ അല്ലാതെ, കഴിവോ പോലും അല്ലാതെ അവരെ റെസ്പെക്ട് ചെയ്യുക. എല്ലായിടത്തും ആർട്ടിസ്റ്റുണ്ട് മാത്രമല്ല, അത് ഈ സാറെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞേ, ഹൂവർ ഇൻ സച്ച് സ്റ്റേച്ചറിലിരിക്കുന്ന എല്ലാ മുതിർന്ന ആൾക്കാരിലും നോക്കോ അത് കോമൺ ആയിട്ടുണ്ടാവും. അവര് ചെറിയ ആൾക്കാരിലോട്ട് അവരിറങ്ങി വരും. അപ്പൊ രഞ്ജേട്ടൻ നിന്ന് അജുചേട്ടൻ പഠിച്ച ഒരു ബെസ്റ്റ് ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ലൈക്ക് അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ട്വിൻസിന്റെ ഒരു അച്ഛനാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 മക്കളോട് ഉള്ള സമീപനം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത് ലേറ്റ്ലി എൻ്റെ ഒരു സമീപനം എൻ്റെ കുട്ടികളോട് മാറിയിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കാരണമാണ്. ഒരു പേരന്റിങ്ങിന് ഒരു ടിപ്പ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കിയൊന്നുമല്ല, നമ്മളത് കണ്ട് മനസ്സിലാക്കി. കാര്യം എനിക്ക് കുറച്ച് നാളായിട്ട് ഇപ്പൊ സാറിനായിട്ടുള്ളൊരു പരിചയം ഉള്ളത് കൊണ്ട്, സാറിന്റെ മക്കളെയും അല്ല ഒരാളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ഇവരുടെ ഒരു രീതിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും കേട്ടിട്ടുള്ളത് കൊണ്ടും അതാണ് കുറച്ചും കൂടി റൈറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെത് റോങ് ആണെന്ന് മനസ്സിലായി. രഞ്ജേട്ടൻ ഇങ്ങനെ എല്ലാവരും ചിലപ്പോൾ ആദ്യം ഫസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് നേരം ഒന്ന് ഇടപെടുന്നതിന് മുമ്പ് കുറച്ച് ടഫാണ് ആള് എന്നാണോ പൊതുവേ ഉള്ളൊരു അഭിപ്രായം? ആണോ? ചേട്ടനോട് ചോദിച്ചത്. ചേട്ടന് അങ്ങനത്തെ ഒരു അഭിപ്രായം ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ലൈക് ഫസ്റ്റ് ലുക്ക് എന്നെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയുണ്ട് പൊതുവെ. ഞാൻ ഒരു ഒരു മതില് കെട്ടി അതിനിപ്പുറത്ത് നിൽക്കുന്ന ഒരു തരം ആളാണ് എന്നുള്ളൊരു തോന്നൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാറ് വരുമ്പോ ഈ BGM എല്ലാം ഞങ്ങൾ കേൾക്കുക. അതാണ് എന്റെ മെയിൻ പരിപാടി. ഡയലോഗ് ഉൾപ്പെടെ കേൾക്കുന്നത്. സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ഡയലോഗ് ഏതാ? കമ്മീഷണർ ഇന്ന് എല്ലാ പരിപാടിയും ഉണ്ട്. കമ്മീഷണറുടെ ഡയലോഗ് ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ മറ്റേ മോഹൻ തോമസിന്റെ ആ പരിപാടി തന്നെ ഇല്ലേ, ആ പരിപാടി ഡയലോഗാണ് നമ്മള് പണ്ട് മിമിക്രി തുടങ്ങിയ തൊട്ട് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗാണ്. അതായത് സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ മോഹൻ തോമസ് പറയാത്ത ഒരു ഒറ്റ മിമിക്രിക്കാരാണില്ല. മോഹൻ തോമസിന്റെ അതെ അത് പറയില്ലേ ഒരുപാട് അതാ ഡയലോഗ് തന്നെ ഇങ്ങനെ പോലെ ഡയലോഗ് പറയാൻ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോമേദ്യവും 4 നേരം മിഷ്ടാനം കൂട്ടിക്കൊഴിച്ച് ആസനത്തിൽ വാലിഞ്ചു ചുട്ടിരിക്കുന്ന തന്നെ പോലുള്ള ചെട്ടലൊക്കെ പേര് ചേരൂ, തനിക്കേ പേര് ചേരില്ല. ഞാൻ ഭരചന്ദ്ര, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല നമ്മൾ മിമിക്രിക്കാർ മൊത്തം എടുക്കൂല. സ്റ്റാർ കിട്ടാത്ത സാധനം കട്ട് ചെയ്ത് നമ്മളായിട്ട് എഡിറ്റ് ചെയ്യും. ചെറുപ്പത്തിൽ ഒരുപാട് വായിക്കുമായിരുന്നോ സർ? എങ്ങനെയാ ഇത്രയും കടുകട്ടി വാക്കുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്? വായന തന്നെയാണ്. വായനയിൽ നിന്നാണ് വാക്കുകൾ നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു നിത്യജീവിതത്തിൽ പ്രയോഗത്തിലില്ലാത്ത വാക്കുകൾ നമ്മൾ വായനയിൽ കൂടെയാണല്ലോ കിട്ടുന്നത്. ഏത് ലാംഗ്വേജിലായാലും അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് പണ്ടൊന്നും ഇതുപോലെ ഈ 100 കോടി ക്ലബ്ബ് അങ്ങനെയൊന്നും ഇല്ലല്ലോ സിനിമയിൽ. അപ്പൊ ഇപ്പോഴാണല്ലോ ഇതുപോലെ 100 കോടി ക്ലബ്ബിൽ കയറുക അങ്ങനെയൊക്കെ. അന്ന് ചേട്ടൻ എഴുതിയ സിനിമയിൽ ഇന്നിപ്പം നിഷ്പ്രയാസം ഇപ്പൊ റിലീസാണെങ്കിൽ 100 കോടി ക്ലബ്ബിൽ കയറും എന്ന് ഉറപ്പുള്ള സിനിമകൾ ഏതൊക്കെയായിരിക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു മാറിയ കാലത്തിലേക്ക് പഴയതിനെ ചേർത്ത് വെച്ചിട്ട് അതിനെ ഇന്ന് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം ആർക്കാണ് ഉണ്ടാവുക? കിങ്, കമ്മീഷണർ, മാഫിയ, തലസ്ഥാന ലേലം, ഷുവർ ഷോട്ട് 100 crore അല്ലേ? ഷുവർ ഷോട്ട്. അന്നത്തെ കാലത്തെ വലിയ ഹിറ്റുകളാണ് ഈ സിനിമകളിൽ. ആ വർഷത്തെ ഒരു ടോപ്പ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ സിനിമകളൊക്കെ അതാത് വർഷങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അപ്പൊ അതിന്റെ ഇന്നത്തെ വിപണന മൂല്യം വെച്ച് അല്ലേ, റുപ്പിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇതിലും മാസ് ഹിറ്റ് ആയിരുന്നു അന്നല്ലേ? ഫോർ ഷുവർ. അത്തരം സിനിമകളുടെ എല്ലാം തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപയിൽ താഴെയായിരിക്കും. അതൊന്നും ഉണ്ടാക്കിയത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് നോക്കി ഇന്നെടുത്താൽ പലപ്പോഴും അതിന്റെ ഈ പറയുന്ന സിനിമകളുടെ അതർ ലാംഗ്വേജ് സെയിൽസ് ഏകദേശം ഈ കോസ്റ്റ് കവർ ചെയ്യാറുണ്ട്. ബാക്കി തിയേറ്ററിൽ വരുന്നതാണ് അതിന്റെ സർപ്ലസ്. മാത്രമല്ല ആ സിനിമകൾ അന്ന് തെലുങ്കിൽ ബ്ലോക്ക് ബസ്റ്റേഴ്സാ. അന്ന് അവിടുത്തെ ഷെയറിംഗ് കളക്ഷനൊക്കെ അറിയണം. അതൊന്നും അന്ന് കണക്കെടുപ്പുകളിൽ ക്ലാരിറ്റി ഇത്ര ഇല്ല. അതുപോലെ ലേലത്തിലെ മിക്ക ക്യാരക്ടറിന്റെ മിക്ക ഡയലോഗും ഹിറ്റാ. എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ലേലം സിനിമയിൽ മിക്ക ക്യാരക്ടറിന്റെ ഡയലോഗ് ഹിറ്റാണ്. പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് ഒരു പുക ചോദിച്ചപ്പോഴാണ് ബോസാരെ പുള്ളി അതൊക്കെ ചെറിയ റോള് ചെയ്ത മോഹൻ ജോസ്. മിമിക്രിക്കാർ ഒരുപാട് ഡയലോഗ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ഫണ്ണ് കയറ്റിയിട്ടുണ്ട്. നേരാ തിരുമേനി
ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, കോളേജിലാണ് പഠിച്ചത് വളർന്നത്. അതൊക്കെ ആ ഡയലോഗിന്റെ Modify ചെയ്തെടുത്തത്. ഇമ്പാക്ട് ചിരി കിട്ടണത് അത് ആ ഡയലോഗിന്റെ ഇമ്പാക്റ്റ് ആണ്. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അതൊക്കെ ആ ഡയലോഗ് അമ്മച്ചിയെ കയറി പിടിച്ച് റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കി അപ്പച്ചൻ ജയിലിലോട്ട് പോകുമ്പോൾ എനിക്ക് വയസ്സ് 9. ആ സാധനത്തിൽ മാസമുണ്ട്, പുള്ളിയുടെ വിഷമമുണ്ട്. ഒരു ആക്ടറിന്റെ പീക്ക് പെർഫോമൻസ് അല്ലേ ആ ഡയലോഗ് അവർക്ക് അതാണ് ആ സിനിമകളൊന്നും നമുക്ക് കാശിന്റെ ഇതിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫാക്ട് പലതും അതെ അതെ എനിക്ക് അതേപോലുള്ള നമുക്കൊക്കെ ഉണ്ടല്ലോ ഓരോ. അതെ 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 അതെ. ഓവറോൾ ഈ ഒരു മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരോട് രഞ്ജി സാറിന് എന്താ പറയാനുള്ളത്? സാറ് പറഞ്ഞു അല്ല, ഈ സിനിമ ഒരു കാണാവുന്ന സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാവുന്നതും ആസ്വദിക്കാവുന്നതുമായ ഒരു സിനിമയാണ് എന്ന് സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നു. കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്.